Hey YouTubers, എല്ലാവർക്കും നമസ്കാരം and welcome back again to Techno Factory. ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. I think 1 month or 1 month and 1 week ഒരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. I know that. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും സെറ്റപ്പ് റിലേറ്റഡ് സ്റ്റഫ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചെറിയൊരു ഗ്യാപ്പ് എടുത്തത്. I think ഒരു 7 to 8 monthsന് മേലെ ആയിട്ടുണ്ടാവും ഒരു നല്ല പേഴ്സണൽ PC ബിൽഡ് ചെയ്യണമെന്നൊരു PC പാർട്സ് ഒക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ അത് ഓൾമോസ്റ്റ് 99% ബാക്കിൽ കാണുന്നത് റെഡിയാണ്. പലരും ചോദിക്കുന്നതാണ്, പലരും റിക്വസ്റ്റ് ചെയ്ത ഹൈലി റിക്വസ്റ്റഡ് വീഡിയോ ആണ്. സെറ്റപ്പ് ടൂർ ചെയ്യണം അല്ലെങ്കിൽ ഡെസ്ക് സെറ്റപ്പിന്റെ വീഡിയോ ചെയ്യണമെന്ന്. സോ അതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ആണിത്. സോ എന്തായാലും വി ആർ ബാക്ക് അഗെയിൻ. പുതിയ വീഡിയോസ് വരുന്നുണ്ട്. സെറ്റപ്പ് വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഞാൻ ഇതെല്ലാം ഒന്ന് ഫൈനലൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഈവൻ മോസ്റ്റ് ഫേവറേറ്റ് തട്ടിക്കൂട്ട് സെറ്റപ്പിന്റെയും സെക്കൻഡ് എപ്പിസോഡ് എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നതായിരിക്കും. ആൻഡ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ എ ബിഗ് താങ്ക്സ് ടു ഓൾ ദോസ് ഹു ഹാവ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ടഡ് ടിൽ ദിസ് ടൈം. ഐ തിങ്ക് 20,000 മേലെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. കഴിഞ്ഞ 1 monthന് മേലെ ആയിട്ട് വീഡിയോസ് ഒന്നും ചെയ്തില്ല. പക്ഷെ എന്നാലും ഈ 1 month ടൈമിലാണ് 2000 സബ്സ്ക്രൈബേഴ്സ് കയറിയത്. സോ 18,000 ആ റേഞ്ചിൽ എവിടെയോ ആയിരുന്നു. ഇപ്പം 20,000 മേലെ ആയിട്ടുണ്ട്. സോ എ ബിഗ് താങ്ക്സ് ടു ഓൾ ഓഫ് യു. പഴയ സബ്സ്ക്രൈബേഴ്സ്, പുതിയ സബ്സ്ക്രൈബേഴ്സ്, മെയിനായിട്ട് നമ്മുടെ ഫാക്ടറി സ്ക്വാഡ് ഗ്രൂപ്പ്സിലെ പിള്ളേർക്കും താങ്ക്സ്. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഓൺലൈൻ വരുന്നുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് കുറേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സോ ഇവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. So mainstream Ryzen APU lineup-ൽ second generation 3200G, 3400G ഈ രണ്ട് APUs കഴിഞ്ഞിട്ട് ഒഫീഷ്യൽ ലോഞ്ച് ത്രൂ വരുന്ന പുതിയ APUs ആണ് Ryzen 5000 സീരീസിൽ വരുന്ന 5600G, 5700G ആൻഡ് അനൗൺസ് ചെയ്യാത്ത 5300G. സോ ഇതിൽ 5600G ആൻഡ് 5700G നെക്സ്റ്റ് മന്ത് ഒഫീഷ്യലി ലോഞ്ച് ആവുന്നതായിരിക്കും. $259 ആണ് 5600G APU പ്രൈസ് ആൻഡ് $359 ആണ് 5700G APU പ്രൈസ് വരുന്നത്. ഇന്ത്യൻ പ്രൈസ് ആക്ച്വലി കൺഫേംഡ് അല്ല. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. കൺവേർട്ട് ചെയ്ത് നോക്കുമ്പം നിങ്ങൾക്ക് തന്നെ വാല്യൂസ് വരും. അതിൻ്റെ കൂടെ എക്സ്ട്രാ ടാക്സും കൂടെ ആഡ് ചെയ്യാൻ മറക്കല്ല്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 5600G APUവിൻ്റെ പെർഫോമൻസും അതിൻ്റെ കുറച്ച് ബെഞ്ച് മാർക്സും കാര്യങ്ങളുമാണ്. ഓക്കെ, ഓഗസ്റ്റിലാണ് റിലീസ് എന്ന് പറഞ്ഞു. സോ ഇപ്പോൾ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി OEM കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ OEM സിസ്റ്റംസ് ബിൽഡ് ചെയ്യുന്ന കമ്പനീസിന് വേണ്ടി ഓൾറെഡി AMD ഇത് റിലീസ് ചെയ്തതാണ്. സോ eBay ലിസ്റ്റിംഗ്സിലൊക്കെ നോക്കുവാണെങ്കിൽ OEM പ്രീബിൽഡ്സിൽ നിന്ന് അത് എടുത്തിട്ട് റീസെയിൽ ചെയ്യുന്ന കുറേ പേരുണ്ട്. സോ അങ്ങനെയാണ് eBay ത്രൂ ആണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തത്. 5000 സീരീസിന് മുന്നേ 4000 സീരീസ് വന്നായിരുന്നു. പക്ഷേ അത് ഒഫീഷ്യൽ ഒരു ലോഞ്ച് ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് സൈലന്റ്ലി OEM മാർക്കറ്റ്സിലാണ് ഫസ്റ്റ് ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് സെക്കൻഡ് ജനറേഷൻ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് യൂസേഴ്സ്, ബഡ്ജറ്റ് ഗെയിമേഴ്സ് വെയിറ്റ് ചെയ്യുന്ന പ്രോസസ്സേഴ്സ് ആണ് 5000 സീരീസ് APUs. സോ ഒബ്വിയസ്ലി അതേ സെയിം എക്സൈറ്റ്മെന്റ് കാരണം തന്നെയാണ് കുറച്ച് കാശ് കൂടുതലാണെങ്കിലും 5600G ഞാൻ നേരത്തെ ഓർഡർ ചെയ്ത് കുറച്ച് അതിന്റെ ബെഞ്ച് മാർക്സും അതിന്റെ ടെസ്റ്റിംഗ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഇനി അങ്ങോട്ട് അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. 5600G പ്രോസസ്സറിന്റെ കുറച്ച് ബേസിക് സ്പെക്സും കാര്യങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ ഫർദർ കണ്ടിന്യൂ ചെയ്യാം. സോ ബേസിക് സ്പെക്സ് നോക്കുവാണെങ്കിൽ 6 കോർ പ്രോസസ്സർ ആണ്. 6 കോഴ്സും 12 ത്രെഡ്സും ആണ് 5600G വരുന്നത്. ബേസ് ക്ലോക്ക് സ്പീഡ് 3.9ഉം ബൂസ്റ്റ് വരുന്നത് 4.4 GHz ആണ്. L3 ക്യാഷ് നോക്കുവാണെങ്കിൽ 16 MB ആണ് ഇതിൽ വരുന്നത്. TDP വാല്യൂ 65 വാട്ട്സ് ആണ്. ഇതിലെ APU നോക്കുവാണെങ്കിൽ വെഗ സീരീസിൽ വരുന്നത് തന്നെയാണ്. വെഗ 7 ആണ് ഇതിൽ ഗ്രാഫിക്സ് വരുന്നത്. ഇവന്തോ കുറച്ച് പഴയതാണ് വെഗ ഗ്രാഫിക്സ്, പക്ഷെ എന്നാലും ഇപ്പോഴും കേപ്പബിൾ തന്നെയാണ്. പലരും എക്സ്പെക്ട് ചെയ്തിരുന്നത് നാവി ബേസ്ഡ് ആയിരിക്കും എന്നാണ്. പക്ഷേ വെഗ തന്നെയാണ് ഇതിൽ വരുന്നത്. വെഗ 7 ആണ്. ബട്ട് സ്റ്റിൽ പുതിയ പ്രോസസ്സിംഗ് പവർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെയും കൂടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഇതിൽ വരുന്നുണ്ട്. സോ ഓവറോൾ നമ്മൾ പ്രോസസ്സറിൻ്റെയും ഗ്രാഫിക്സിൻ്റെയും രണ്ടിൻ്റെയും കൂടെ പവർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ രണ്ടിൻ്റെയും പെർഫോമൻസ് നോക്കുമ്പോൾ എക്സെപ്ഷണലി നല്ലൊരു പെർഫോമൻസ് ബൂസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സോ ഞാൻ ബെഞ്ച് മാർക്സ് ചെയ്ത സ്പെക്സ് എല്ലാം നോക്കുവാണെങ്കിൽ 5600G പ്രോസസ്സർ, X570 ORS എലൈറ്റഡ് വൈഫൈ മദർ ബോർഡാണ് യൂസ് ചെയ്യുന്നത്. 16GB ആണ് റാം, 3200 MHz പവർ സപ്ലൈ യൂസ് ചെയ്തത് നോർമൽ ബ്രോൺസ് കോസേൻ്റെ CV550 വാട്ട്സ് ആണ്. സോ 5000 സീരീസ് APUസിന്റെ കമ്പാറ്റബിലിറ്റി നോക്കുവാണെങ്കിൽ A520, B550, X570 ബോർഡ്സിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈവൻ B450ലും സപ്പോർട്ട് ചെയ്യും. പക്ഷേ B450 യൂസ് ചെയ്യുവാണെങ്കിൽ ബയോസ് ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഔട്ട് ഓഫ് ദ ബോക്സ് നോക്കുവാണെങ്കിൽ A520, B550 ആൻഡ് X570 മദർ ബോർഡ്സ് ആയിരിക്കും ബെസ്റ്റ്. X570 വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. B550യുടെ ഏതെങ്കിലും മിഡ് ഓർ ലോ എൻഡ് റേഞ്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. എനിക്ക് എന്തായാലും എല്ലാ ഗെയിംസ് ഡീറ്റെയിൽഡ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം X570 ഇറങ്ങിയ ടൈമിലുള്ള ബോർഡാണ്. സോ അതിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. സോ ഇടയ്ക്കിടയ്ക്ക് PC ഓഫ് ആവുന്നുണ്ടായിരുന്നു ആൻഡ് ചില സമയങ്ങൾ നോക്കുവാണെങ്കിൽ മോണിറ്റർ ഓഫ് ആവുന്നുണ്ടായിരുന്നു. USB അല്ലെങ്കിൽ HDMIയുടെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ഈവൻ ദോ ബയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ലേറ്റസ്റ്റ് ബയോസ് ആണ് ഇട്ടത്. എന്നാലും
എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഐ തിങ്ക് മദർ ബോർഡിൻ്റെ ആണെന്ന് തോന്നുന്നു മേജർ ഇഷ്യൂ. ആൻഡ് ഇതിലെ ടാർഗറ്റ് നോക്കുവാണെങ്കിൽ 1080p ഗെയിമിങ്ങിന് വേണ്ടിയാണ് മോസ്റ്റ്ലി ഞാനിത് കൺസിഡർ ചെയ്തേക്കുന്നത്. കാരണം 3200G അല്ലെങ്കിൽ 3400G മോസ്റ്റ്ലി ഒരു നല്ല ഹൈ സെറ്റിങ്സിൽ 720p അല്ലെങ്കിൽ മീഡിയം സെറ്റിങ്സ് ആണെങ്കിലും 720p ഗെയിമിങ്ങിന് മാത്രമായിരുന്നു അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്. സോ അതിനേക്കാളും എന്തായാലും കുറച്ചുകൂടെ ബെറ്റർ ആണെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് 1080p ആണ് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തത്. സോ 1080pയിലായിരിക്കും മോസ്റ്റ് ഗെയിംസ് നമ്മൾ കളിക്കുന്നത്. ചില ഗ്രാഫിക്കലി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിംസ് എന്തായാലും കുറച്ചൊന്ന് ഡൗൺഗ്രേഡ് ചെയ്താൽ ലൈക്ക് 900p അല്ലെങ്കിൽ 720pയിലായിരിക്കും നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഗെയിം കോൾ ഓഫ് ഡ്യൂട്ടി ബ്ലാക്ക് ഓപ്സ് കോൾഡ് വാർ ആണ്. സോ ഇത് കംപ്ലീറ്റ്ലി നമ്മൾ 1080p റെസൊല്യൂഷൻ മീഡിയം സെറ്റിംഗ്സിലാണ് നമ്മൾ കളിക്കുന്നത്. ആൻഡ് ഗെയിം പ്ലേ വൈസ് നോക്കുവാണെങ്കിൽ ഇനീഷ്യലി നമുക്കൊരു 48-50 ആ റേഞ്ചാണ് കാണിക്കുന്നത്. സോ ദാറ്റ് മീൻസ് +5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു 55-58 ആ റേഞ്ച് ആയിരിക്കും. സോ ഗെയിം പ്ലേ വൈസ് സ്മൂത്ത് ആണ്. അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ടുള്ള ഏരിയസ് നോക്കുവാണെങ്കിൽ 40s പോകുന്നുണ്ട്. 40s എന്ന് പറയുമ്പോൾ 45-46 ആ ഒരു റേഞ്ച് ആണ്. അണ്ടർ 50 ആണ് എന്തായാലും നോർമൽ. കുറച്ച് ഹെവി ഗ്രാഫിക്സ് ഉള്ള ഏരിയസിലൊക്കെ നോക്കുവാണെങ്കിൽ അണ്ടർ 50 ആണ് പോകുന്നത്. മോസ്റ്റ് പാർട്സ് നോക്കുവാണെങ്കിൽ നമുക്ക് പ്ലേയബിൾ ആയിട്ടുള്ള 50 FPS റേഞ്ച് ആണ് കിട്ടുന്നത്. ആൻഡ് ഗെയിം പ്ലേ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ക്ലിയർലി കാണാൻ പറ്റും സ്മൂത്ത് ആണ്, അത്യാവശ്യം സ്മൂത്ത് ആണ്. ആൻഡ് കുറച്ചുകൂടെ പുറത്തോട്ട് ഓപ്പൺ ഗ്രൗണ്ട്സിലോട്ടൊക്കെ വരുവാണെങ്കിൽ 1080p മീഡിയം സെറ്റിംഗ്സ് നമുക്ക് 58-60 FPS ആ ഒരു റേഞ്ച് ടച്ച് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. 13GB RAM ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന യൂട്ടിലൈസേഷൻ കാണുന്നത്. സോ 8GB ഉള്ള സിസ്റ്റം ആണെങ്കിൽ കുറച്ച് ഫ്രെയിം റേറ്റ്സ് ഡ്രോപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. 16GB ആണ് മോസ്റ്റ്ലി റെക്കമെൻഡഡ്. സിമിലർലി വാർസോൺ നോക്കുവാണെങ്കിലും നമ്മൾ 1080p മീഡിയം സെറ്റിംഗ്സിലാണ് ഇതും കളിച്ചേക്കുന്നത്. മീഡിയമിൽ തന്നെ കുറച്ചൊക്കെ ഓപ്റ്റിമൈസേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു ഓൺലൈൻ ഗെയിമാണ് ആൻഡ് ഓൾസോ ഇതിൽ കുറച്ച് ഗ്രാഫിക്സ് കുറച്ച് കൂടുതലാണ്. അത് പേഴ്സണലി നിങ്ങളുടെ എങ്ങനെയാണോ പ്രിഫറൻസ് അത് വെച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. സോ ഇവിടെയും ആക്ച്വലി ഡ്രോപ്പിംഗ് ടൈമിൽ നോക്കുവാണെങ്കിൽ ചെറിയ FPS ഡ്രോപ്പും സ്റ്റട്ടറിങ്ങും കാണാം. അത് മോസ്റ്റ് ബാറ്റിൽ റോയൽ ഗെയിംസ് മോസ്റ്റ് ഗെയിംസ് നോക്കുവാണെങ്കിലും ഈ ഒരു ഡ്രോപ്പിംഗ് പീരീഡിൽ ചെറിയ ഇതുപോലത്തെ സ്റ്റട്ടേഴ്സ് കോമൺ ആണ്. സോ അല്ലെങ്കിൽ നോർമലി നോക്കുവാണെങ്കിൽ ഇതും ഒരു 45-50 FPS റേഞ്ച് ആണ് കാണുന്നത്. ഇതിന്റെ കൂടെ നിങ്ങളൊരു +5 to +8 FPS ആഡ് ചെയ്തേക്കണം. കാരണം സ്ക്രീൻ റെക്കോർഡിംഗ് ഉള്ളത് കൊണ്ട് തന്നെ 5 to 8 FPS പോകുന്നുണ്ട്. സോ ഇവിടെയും കറന്റ് FPS നോക്കുവാണെങ്കിൽ 50 ഫ്രെയിംസിന് മേലെയാണ് നമുക്ക് കിട്ടുന്നത്. സോ ദാറ്റ് മീൻസ് ഒരു അറൌണ്ട് 60 FPS ആ റേഞ്ച് ആണ്. ഗെയിമിൽ സ്റ്റട്ടറിങ്ങും കാര്യങ്ങളും വലുതായിട്ട് നോട്ടീസ് ചെയ്യുന്നില്ല. ഓഫ് കോഴ്സ് എല്ലാ ഗെയിംസിലും GPU യൂട്ടിലൈസേഷൻ കൂടുതലായിരിക്കും. കാരണം ഇതൊരു APU ആയതുകൊണ്ട് തന്നെ ഗ്രാഫിക്സ് കാർഡ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് ചിപ്പിന്റെ യൂട്ടിലൈസേഷൻ കുറച്ച് കൂടുതലായിരിക്കും, 90+ ആണ്. സോ ഓവറോൾ ഒരു പെർഫോമൻസിന്റെ സ്കെയിൽ അല്ലെങ്കിൽ മെട്രിക്സ് ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. കോൾ ഓഫ് ഡ്യൂട്ടി മോഡേൺ വാർഫെയർ വാർസോൺ ആണിത്. നെക്സ്റ്റ് ഒരു സിമിലർ ബാറ്റിൽ റോയൽ ഗെയിം തന്നെയാണ്, കുറച്ചുകൂടി പഴയതാണ്, പബ്ജി. സോ പബ്ജി നോക്കുവാണെങ്കിലും അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ കൂടിയ ഒരു ഓൺലൈൻ ബാറ്റിൽ റോയൽ ഗെയിം തന്നെയാണ്. സോ ഇതിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 1080p മീഡിയം സെറ്റിംഗ്സ് ആണ്. സോ പബ്ജി 1080p റെസൊല്യൂഷൻ മീഡിയം സെറ്റിംഗ്സ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഡ്രോപ്പിംഗ് ടൈമിൽ ഒരു 30-35 FPS ആണ് കിട്ടുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള ചാർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് അറിയത്തില്ല, ഇതിൽ വർക്ക് ആകുന്നില്ല. സോ ബോട്ടം ലെഫ്റ്റ് സൈഡിലാണ് FPS കാണുന്നത്. സോ ഡ്രോപ്പ് ആയി കഴിയുമ്പോൾ നമുക്കൊരു 35-40 ആ റേഞ്ചിലാണ് FPS കിട്ടുന്നത്. സോ ദാറ്റ് മീൻസ് അതിൻ്റെ കൂടെ ഒരു 5 to 8 നിങ്ങൾ ആഡ് ചെയ്തോണം. സോ അത്രയായിരിക്കും അപ്രോക്സിമേറ്റ് നമുക്ക് മീഡിയം സെറ്റിംഗ്സ് കിട്ടുന്നത്. ഏകദേശം ഒരു 40 FPS 45 FPS റേഞ്ച് ആണ്. കുറച്ചുകൂടെ ലോ സെറ്റിംഗ്സിലോട്ട് ഓപ്റ്റിമൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 50 FPS ആ റേഞ്ച് കിട്ടുന്നുണ്ട്. സോ അറൌണ്ട് 40 to 50 FPS 55 FPS റേഞ്ച് ആണ് ലോ ടു മീഡിയം സെറ്റിംഗ്സിൽ നമുക്ക് ഇതിൽ പബ്ജിയിൽ കിട്ടുന്നത്. പ്ലേബിൾ തന്നെയാണ്, കുഴപ്പമില്ലാതെ സ്റ്റട്ടേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഗെയിം ഫോർട്ട്നൈറ്റ് ആണ്. ഫോർട്ട്നൈറ്റും നമ്മൾ 1080p കംപ്ലീറ്റ് റെസൊല്യൂഷൻ മീഡിയം സെറ്റിംഗ്സിലാണ് കളിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്രെയിംസ് ആണ് നമുക്ക് കിട്ടുന്നത്. അറൌണ്ട് 130-140 ആ റേഞ്ച് ആണ് FPS പോകുന്നത്. ഈവൻ 150s ടച്ച് ആവുന്നുണ്ട്. സോ ഈസിലി ഫോർട്ട്നൈറ്റ് പോലത്തെ ഗെയിംസ് നമുക്ക് അത്യാവശ്യം ഹൈ സെറ്റിംഗ്സ് നല്ലപോലെ കളിക്കാൻ പറ്റും. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം മീഡിയം സെറ്റിംഗ്സിലാണ് ട്രൈ ചെയ്യുന്നത്. മീഡിയമിൽ തന്നെ നമുക്ക് 130-140 FPS ആണ് ഇതിൽ കിട്ടുന്നത്. സോ ഹൈ സെറ്റിംഗ്സ് ഒക്കെ കുഴപ്പമില്ലാതെ തന്നെ 60 FPSന് മേലെ ഈസിലി കിട്ടും. നെക്സ്റ്റ് NFS ഹീറ്റ് ആണ്. സോ NFS ഹീറ്റ് ആക്ച്വലി കുറച്ച് ഹെവി ആയിട്ടുള്ള ഗെയിമാണ്. ആൻഡ് അതുകൂടാതെ കൂടുതൽ ഗ്ലിച്ചസും സ്റ്റട്ടേഴ്സും ഉള്ളൊരു ഗെയിമാണ് ഇത്. എനിക്കറിയത്തില്ല എന്താണ് ഇത്രയും ഓപ്റ്റിമൈസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടും ഇടയ്ക്കിടയ്ക്ക് സ്റ്റട്ടേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. സോ ഇപ്പോൾ കാണുന്നത് 1080p ലോ റെസൊല്യൂഷൻ ആണിത്. അണ്ടർ 40 FPS ആണ് നമുക്ക് കിട്ടുന്നത്. 1080p റെസൊല്യൂഷനിന് 900 ആക്കുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 40 FPSന് മേലെ കിട്ടുന്നുണ്ട്. ഗെയിം പ്ലേ നോക്കുവാണെങ്കിലും അത്യാവശ്യം സ്മൂത്ത് തന്നെയാണ്. ഇടയ്ക്ക് വരുന്ന ഗ്ലിച്ചും സ്റ്റട്ടറും ഉണ്ട്, അവിടെ ഇവിടെയുമായിട്ട് ചെറുതായിട്ട് നമുക്ക് കാണാം. 900p റെസൊല്യൂഷൻ ആയിരിക്കും നമുക്ക് NFS ഹീറ്റ് കളിക്കാൻ പറ്റുന്നത്. സോ 1080p ലോ ആൻഡ് മീഡിയം ഓപ്റ്റിമൈസ്ഡ് സെറ്റിംഗ്സ് അല്ലെങ്കിൽ 900pയിലായിരിക്കും നമുക്ക് മോസ്റ്റ്ലി കളിക്കാൻ പറ്റുന്നത്. അടുത്തത് കുറച്ചുകൂടെ ഹെവി ഗെയിമാണ്, സൈബർ പങ്ക് ആണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. വേറെ ലേറ്റസ്റ്റ് ഗെയിംസ് കുറച്ചുകൂടെ 1-2 ആഡ് ചെയ്യാനുണ്ട്. സോ സൈബർ പങ്ക് നമ്മൾ 1080p
1080p ലോ ഏറ്റവും ലോവസ്റ്റ് സെറ്റിംഗ്സിലാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ആൻഡ് അത്യാവശ്യം നമുക്ക് 30 റേഞ്ച് FPS ആണ് സൈബർപങ്ക് 1080p ലോ റെസൊല്യൂഷനിൽ കിട്ടുന്നത്. ഗെയിം പ്ലേയും കാര്യങ്ങളും സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. 30 FPS ആ റേഞ്ചാണ് 1080p ലോ റെസൊല്യൂഷൻ സൈബർപങ്ക്. ആൻഡ് 900p റെസൊല്യൂഷൻ നമ്മൾ കുറയ്ക്കുവാണെങ്കിൽ 35-40 ആ ഒരു റേഞ്ച് ഓഫ് FPS ഒരു 5 to 6 FPSന്റെ ഇൻക്രിമെന്റ് കിട്ടുന്നുണ്ട്. സോ 900p അല്ലെങ്കിൽ 1080p ലോ റെസൊല്യൂഷൻ ആണ് സൈബർപങ്കിന് ഏറ്റവും ബെസ്റ്റ്. ഇതിൽ റെയിൻബോ സിക്സ് സീജും അത്യാവശ്യം നല്ല പ്ലേബിൾ ആയിട്ടുള്ള ഗെയിം തന്നെയാണ്. 1080p ഹൈ സെറ്റിംഗ്, മീഡിയം ആൻഡ് ഹൈ സെറ്റിംഗ്സിലുള്ള ബെഞ്ച് മാർക്സ് ഡീറ്റെയിൽസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ മീഡിയം സെറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് 65+ FPS ആവറേജ് കിട്ടുന്നുണ്ട്. 1080p റെസൊല്യൂഷൻ ഹൈ സെറ്റിംഗ്സിൽ ബെഞ്ച് മാർക്ക് നോക്കുവാണെങ്കിൽ അറൌണ്ട് 57-58 FPS ആ ഒരു റേഞ്ചിന് മേലെ കിട്ടുന്നുണ്ട്. സോ റെയിൻബോ സിക്സ് സീജ് ഹൈ സെറ്റിംഗ്സിലും നമുക്ക് അത്യാവശ്യം 50-60 ആ ഒരു റേഞ്ച് ഓഫ് FPS കളിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈവൻ 1% ലോസ് നോക്കുവാണെങ്കിലും 40 FPS ആ റേഞ്ചാണ് നിൽക്കുന്നത്. ഇതിലെ റാം യൂസേജ് 8GB അടുത്തേ വരുന്നുള്ളൂ. 8GB ടച്ച് ആകുന്നില്ല. 7 to 7.5GB ആ ഒരു റേഞ്ചിലാണ്. സോ 8GB റാം ഉള്ള PCസിൽ ഈസിലി കളിക്കാൻ പറ്റും. സിമിലർലി വാലറന്റ് നോക്കുവാണെങ്കിലും അതും ഈസിലി കളിക്കാൻ പറ്റിയ ഒരു ഗെയിം തന്നെയാണ്. നമുക്ക് 1080p മീഡിയം സെറ്റിംഗ്സിൽ ഏകദേശം 85-90 FPS ആ ഒരു റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഗെയിം പ്ലേ സ്മൂത്ത് ആണ്, നല്ലപോലെ തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. റാം യൂസേജ് നോക്കുവാണെങ്കിൽ ഇവിടെയും 8GB അണ്ടർ ആണ് റാം യൂസ് ആവുന്നത്. 7.6-7.7 ആ ഒരു റേഞ്ചാണ് റാം യൂസ് ആവുന്നത്. സോ വാലറന്റിനും പ്രത്യേകിച്ച് നോക്കുവാണെങ്കിൽ അധികം ഹെവി ഗ്രാഫിക്സിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. 8GB റാം ഡീസൻ്റ് ആയിട്ടുള്ളൊരു APU ഉണ്ടെങ്കിൽ വാലറന്റ് ഈസി ആയിട്ട് കളിക്കാൻ പറ്റും. നെക്സ്റ്റ് ഹൊറൈസോൺ സീറോ ഡോൺ ആണ്. ഇത് ആക്ച്വലി കുറച്ചുകൂടെ ഗ്രാഫിക്കലി ഹെവി ഇൻറ്റൻസീവ് ആയിട്ടുള്ളതാണ്. CPU ഗ്രാഫിക്സ് രണ്ടും തന്നെ നല്ലപോലെ യൂസ് ആവുന്ന ഒരു ഗെയിമാണ്. സോ എന്തായാലും ഫസ്റ്റ് തന്നെ 1080p ലോയിലാണ് ഇട്ടത്. സോ ലോയിൽ തന്നെ നമുക്ക് 28-30 FPS റേഞ്ച് ആണ് കിട്ടുന്നത്. ആൻഡ് കുറച്ചുകൂടി ഒരു 900p നമ്മൾ മാറുവാണെങ്കിൽ ഒരു 4-5 FPSന്റെ ഇൻക്രിമെന്റ് കിട്ടുന്നുണ്ട്. സോ ഓൺ സ്ക്രീൻ കാണുന്നത് 34-35 FPS റേഞ്ച് ആണ്. RDR2 നമ്മൾ 1080p റെസൊല്യൂഷനിലാണ് കളിക്കാൻ ട്രൈ ചെയ്യുന്നത്. 1080p ലോ സെറ്റിംഗ്സ് ആണ് കാണുന്നത്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഓഫ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് മോഷൻ ബ്ലർ, വി-സിങ്ക് ഇതൊക്കെ ഓഫ് ചെയ്തേക്കുവാണ്. ആൻഡ് ഓൾസോ കൂടുതൽ ഗ്രാഫിക്സ് യൂസ് ചെയ്യുന്ന സെറ്റിംഗ്സ് എല്ലാം ഓൾമോസ്റ്റ് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ കളിക്കുന്നത്. 1080pയിൽ നോക്കുവാണെങ്കിൽ 25-26 ആ ഒരു FPS റേഞ്ച് ആണ്. RDR2 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗ്രാഫിക്കലി എൻറിച്ച്ഡ് ഗെയിമാണ്, ഹൈലി ഗ്രാഫിക് യൂസേജ് ഉള്ള ഗെയിമാണ്. റാം യൂസേജ് ഇവിടെ നോക്കുവാണെങ്കിൽ 10GBക്ക് മേലെയാണ് റാം യൂസ് ആകുന്നത്. CPU യൂസേജ് നോക്കുവാണെങ്കിലും 50-60% ആണ് CPU യൂസ് ആകുന്നത്. 720p അല്ലെങ്കിൽ 900p പോവുകയാണെങ്കിൽ കുറച്ച് അത്യാവശ്യം 30 FPSന് മേലെ കിട്ടുന്നതായിരിക്കും. സോ ഇപ്പോൾ കാണുന്നത് 1600x900p റെസൊല്യൂഷൻ ആണ്. അത്യാവശ്യം 30 FPS 35 FPSന് കിട്ടുന്നുണ്ട് RDR2 ഇൻ ലോ സെറ്റിംഗ്സ്. നെക്സ്റ്റ് GTA 5 നോക്കുവാണെങ്കിലും നമ്മൾ 1080p വെരി ഹൈ സെറ്റിംഗ്സിലാണ് കളിക്കുന്നത്. സോ ഇപ്പോൾ കാണുന്നത് 1080p കംപ്ലീറ്റ്ലി വെരി ഫുൾ ഹൈ സെറ്റിംഗ്സിലാണ്. 40 FPS റേഞ്ചാണ് വെരി ഹൈ സെറ്റിംഗ്സിൽ കിട്ടുന്നത്. ഗ്രാഫിക്സ് കുറച്ചുകൂടി ഒന്ന് ഓപ്റ്റിമൈസ് ചെയ്ത് ഹൈ ആൻഡ് മീഡിയം ഒക്കെ ആക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ഫ്രെയിംസ് കിട്ടുന്നതായിരിക്കും. ഒരു 60 FPSന് മേലെ ഈസിലി കിട്ടും. 50 FPS റേഞ്ചാണ് ഇപ്പോൾ കാണുന്നത്. 1080p ഹൈ സെറ്റിംഗ്സിൽ നമുക്ക് 45-50 റേഞ്ച് FPS ആണ് കാണുന്നത്. സോ ഹൈ സെറ്റിംഗ്സിൽ ഈസിലി പ്ലേയബിൾ ആണ്. ഗെയിം പ്ലേ നോക്കുവാണെങ്കിലും സ്മൂത്ത് ആണ്. 1080p നോർമൽ ഇടുവാണെങ്കിൽ നമുക്ക് 60 FPS ആ റേഞ്ച് ടച്ച് ആവുന്നുണ്ട്. 60-65 മേലെയാണ് പോകുന്നത്. 1% ലോസും 40സിൻ്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. 40 and 45ൻ്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. സോ അതും ഗെയിം പ്ലേ വൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. ഗെയിം പ്ലേ സ്മൂത്ത് ആണ്. 60 FPSന് മേലെ നമുക്ക് ഈസിലി കിട്ടുന്നുണ്ട് നോർമൽ മീഡിയം സെറ്റിംഗ്സിൽ. ഹിറ്റ്മാൻ 3 ഈ കാണുന്നത് 900p റെസൊല്യൂഷൻ ആണ്. സോ 900p മീഡിയം സെറ്റിംഗ്സ് നമുക്ക് 40 FPS മേലെ ഹിറ്റ്മാൻ 3 ഗെയിമിൽ കിട്ടുന്നുണ്ട്. 1080p നോക്കുവാണെങ്കിൽ കുറച്ച് ചെറിയ സ്റ്റട്ടേഴ്സ് ഒക്കെ ഉണ്ട്. 28-30 ആ ഒരു FPS റേഞ്ച് ആണ് വരുന്നത്. ചെറിയ സ്റ്റട്ടറിങ്ങും ഗെയിം പ്ലേയിൽ എന്തോ ചെറിയ ഒരു ഇതും വരുന്നുണ്ട്. 900p റെസൊല്യൂഷനിലോട്ട് ചേഞ്ച് ചെയ്യുമ്പം ഗെയിം പ്ലേ സ്മൂത്ത് ആണ്, കുഴപ്പമൊന്നുമില്ല. സോ ബെഞ്ച് മാർക്സ് ആൻഡ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കണ്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന്റെ ഫൈനൽ കൺക്ലൂഷൻ നോക്കുവാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഗെയിം പ്ലേ വൈസ് പേഴ്സണലി ഞാൻ ഹാപ്പിയാണ്. കാരണം ഇതിൽ വലിയ സ്റ്റട്ടേഴ്സോ ഗ്ലിച്ചസോ ഒന്നും നോട്ടീസ് ചെയ്തില്ല. കുറച്ച് ഹെവി ഗ്രാഫിക് ഇന്റൻസീവ് ആയിട്ടുള്ള ഗെയിംസ് നോക്കുവാണെങ്കിൽ മാത്രം ചെറിയ ഗ്ലിച്ചസ് ഒക്കെ അവിടെ ഇവിടെ നോട്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതും നമ്മൾ സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് ഓപ്റ്റിമൈസ് ചെയ്ത് ലോവർ റെസൊല്യൂഷൻസിൽ കളിക്കുവാണെങ്കിൽ ഗെയിം പ്ലേ അതും സ്മൂത്ത് ആണ്. ഓവറോൾ ഗെയിം പ്ലേ നോക്കുവാണെങ്കിൽ എല്ലാ ഗെയിംസിലും
ഓൾമോസ്റ്റ് എല്ലാ ഗെയിംസും 1080p മീഡിയം സെറ്റിംഗ്സ് നമുക്ക് ഈസിലി കളിക്കാൻ പറ്റും. ഈവൻ ദോ മെയിൻ ഇമ്പോർട്ടൻ്റ്ലി പറയാനുള്ളത് FPS കുറഞ്ഞാലും ഗെയിം പ്ലേ സ്മൂത്ത് ആണ്. അതാണ് ഞാൻ പേഴ്സണലി ഇതിൽ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തൊരു കാര്യം. പിന്നെ ഓൾസോ നേരത്തെ പറഞ്ഞ പോലെ റെക്കോർഡിംഗ് കാരണം 5 to 8 FPS ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. സോ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആർക്കാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഗ്രാഫിക്സ് കാർഡ്സിൻ്റെ പ്രൈസ് ഹൈക്ക് കാരണം ഓൾമോസ്റ്റ് മേ ബി ഒരു ഫ്യൂ മന്ത്സ് കഴിഞ്ഞത് കുറയുന്നതായിരിക്കും. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോസസ്സർ വേണം ആൻഡ് ഫ്യൂച്ചറിൽ നിങ്ങളൊരു നല്ല ഗ്രാഫിക്സ് കാർഡ് വെച്ച് അപ്ഗ്രേഡ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പ്രൈസിങ് വൈസ് നോക്കുവാണെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 20,000 22,000 ഈ ഒരു റേഞ്ചിലായിരിക്കും വരുന്നത്. സോ ഇതിൻ്റെ സെയിം ഒരു സംഭവം നോക്കുവാണെങ്കിൽ 5600X അവൈലബിൾ ആണ് 28,000 ആ റേഞ്ചിന്. ബട്ട് അതൊരു നോർമൽ പ്രോസറാണ്. വർക്ക് ആവണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു ഗ്രാഫിക്സ് കാർഡ് സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഹെവി ബഡ്ജറ്റ് ഉണ്ട്, അതായത് കുറച്ച് കഴിഞ്ഞിട്ട് ഗ്രാഫിക്സ് കാർഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ ആണെങ്കിൽ 5600G നല്ലൊരു ചോയ്സ് ആണ്. ഇവൻ ദോ ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യുവാണെങ്കിലും 5600Xൻ്റെ ഏകദേശം സിമിലർ പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ കമ്പാരിസൺസ് എല്ലാം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ 5600Gയും 5600Xൻ്റെയും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്തിട്ടുള്ള കമ്പാരിസണും ചെയ്യുന്നതായിരിക്കും. അതെന്തായാലും പെട്ടെന്ന് ചോദിക്കല്ല, കുറച്ച് സമയം എടുക്കും. ഗെയിമിങ്ങിനും നല്ലതാണ്, എഡിറ്റിങ്ങിനും നല്ലതാണ്. എഡിറ്റിങ്ങിൻ്റെ ടൈം ലൈൻ നോക്കുവാണെങ്കിൽ അഡോബ് പ്രീമിയർ അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, ഐ എം സോറി ഫോർ ദാറ്റ്. അഡോബിൻ്റെ ടൈം ലൈൻ നോക്കുവാണെങ്കിൽ സ്മൂത്ത് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. സോ എഡിറ്റിങ്ങിനും നല്ലതാണ് ആൻഡ് ഓൾസോ ഗെയിമിംഗ് നോക്കുവാണെങ്കിൽ 1080p മീഡിയം സെറ്റിംഗ്സ് ഓൾമോസ്റ്റ് ഒട്ടുമിക്ക ഗെയിംസിലും നമുക്ക് 1080p മീഡിയം സെറ്റിംഗ്സിൽ ഈസി ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. സോ ഇൻ കേസ് ഞാൻ പറഞ്ഞ കാറ്റഗറിയിലാണ് വരുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് നാൾ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ യൂസ് ചെയ്യാൻ ഒരു PC വേണം. അതായത് 6 core 12 thread ഉള്ള ഒരു APU ആണ് ഞാൻ പറയുന്നത്. നോർമൽ 3200G അല്ലെങ്കിൽ 3400G പോലെയല്ല, നല്ല ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള ഒരു APU തന്നെയാണ്. സോ കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്ത് ഗ്രാഫിക്സ് കാർഡ് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ്. അല്ലെങ്കിലും വേറെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് 10400Fഉം യൂസ്ഡ് ഒരു 1050 Ti അല്ലെങ്കിൽ RX 570 കിട്ടുവാണെങ്കിൽ അതും പെയർ ചെയ്യാം. പക്ഷേ യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ്സിൻ്റെയും പ്രൈസ് ഓൾമോസ്റ്റ് കൂടിയിട്ടുണ്ട്, 40 to 50% കൂടിയിട്ടുണ്ട്. 6,000 7,000 റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന 1050 Ti ഇപ്പം 10 to 12 ആ റേഞ്ചാണ് കിട്ടുന്നത്. ആൻഡ് ഓൾസോ അത്രയ്ക്ക് അവൈലബിലിറ്റിയും ഇല്ല. നേരത്തെയൊക്കെ ആർക്കും വേണ്ടാതെ കുറേ ഇഷ്ടം പോലെ അവൈലബിൾ ആയിരുന്നു. ഇപ്പം അധികമൊന്നും വരുന്നുണ്ടെങ്കിലും 10 to 12 ആ റേഞ്ചാണ്. അല്ലെങ്കിൽ 5600G APUയുടെ പ്രൈസിൽ നിങ്ങളൊരു പ്രോസസ്സറും യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ് നോക്കുന്നുണ്ടെങ്കിലും മേ ബി നോക്കാം. 3100F വിത്ത് യൂസ്ഡ് 1050 Ti മേ ബി ചിലപ്പം കിട്ടുവാണെങ്കിൽ 20,000 22,000 ആ റേഞ്ച് നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ ടാർഗറ്റ് ലോവർ ബഡ്ജറ്റാണ്, അതായത് പെട്ടെന്ന് അപ്ഗ്രേഡ്സ് ഒന്നും നിങ്ങൾ നോക്കുന്നില്ല, എന്തായാലും ലോ ബഡ്ജറ്റ് മാത്രമേ ഉള്ളൂ. ആ ഒരു ലോ ബഡ്ജറ്റിൽ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്ന പെർഫോമൻസ് മതി എന്നുണ്ടെങ്കിൽ 10100F വിത്ത് യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ് നോക്കാം, അല്ലെങ്കിൽ 10400F വിത്ത് യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ് നോക്കാം. ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. ആൻഡ് ഓൾസോ റൈസൻ്റെ പ്രോഡക്റ്റ് ആണ്. സോ മേ ബി ഇനീഷ്യലി പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും. കുറച്ചങ്ങോട്ട് കഴിയുമ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനും ഒന്ന് ഫേവറബിൾ ആയി തുടങ്ങുമ്പം പ്രൈസസ് കുറച്ചുകൂടെ ഒന്ന് ഡൗൺ ആകാൻ ചാൻസസ് ഉണ്ട്. മേ ബി 18-20 ആ ഒരു റേഞ്ച് വരുവാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ഓപ്ഷനാണ് 5600G APU. കാരണം ഇതിനു മുമ്പേ 4600G 6 core 12 thread ഉള്ള ഒരു APU ഇറങ്ങിയതും 79,999 ആ ഒരു പ്രൈസിലാണ്. സോ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് 18 to 20,000 ആ റേഞ്ചിൽ വരുവാണെങ്കിൽ പ്രൈസ് ദി ബെസ്റ്റ് APU ആയിരിക്കും. ഓവറോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ എന്തായാലും ഒരു 70 to 80% ഞാൻ സാറ്റിസ്ഫൈഡ് തന്നെയാണ്. Vega 8 ആയതുകൊണ്ടാണ് ചെറിയൊരു ഡൗൺ സൈഡ് വരുന്നത്. Vega 8ന്റെ ചെറിയൊരു സംഭവം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇത് കുറച്ചുകൂടി നെക്സ്റ്റിൽ ഇംപ്രൂവ് ആയി നെക്സ്റ്റ് നാവി ബേസ്ഡ് ഒരു GPU യൂണിറ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ മേ ബി നെക്സ്റ്റ് വരുന്ന APUs കുറച്ചുകൂടി പവർഫുൾ ആയിരിക്കും. ബട്ട് എന്നാലും കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ 4000 സീരീസ് 3000 സീരീസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും പെർഫോമൻസിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഗെയിംസിന്റെ മെയിൻലി ഗെയിം പ്ലേയുടെ ഒരു സ്മൂത്ത്നെസ് എല്ലാം നോക്കുമ്പം ഈസ് എ റെക്കമെൻഡഡ് പ്രോസസർ. ബട്ട് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ യൂസും ഇതെല്ലാം കൺസിഡർ ചെയ്തെടുക്കണം. എന്തായാലും 5600G ബേസ്ഡ് കുറച്ച് 1-2 ബിൽഡ്സിന്റെ റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണാവുന്നതാണ്. ഫ്യൂച്ചറിൽ വന്നു കഴിഞ്ഞ് എന്തൊക്കെ എങ്ങനെയൊക്കെ ചൂസ് ചെയ്യാവുന്നുള്ള 1-2 സ്പെക്സ് ഞാൻ തന്നിട്ടുണ്ട്. സോ 5600G വെച്ചൊരു PC ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഫ്യൂച്ചറിലെങ്കിൽ മേ ബി ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കാം. എന്തായാലും ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്കാം. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം ഗൈസ്. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ സേഫ്.